ഭാരതത്തിലെ വിശ്വാസികളായ ഹിന്ദുക്കളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ലോകമെമ്പാടുമുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഹ്ലാദകരമായൊരു മുഹൂർത്തമാണ്. കാലങ്ങളായി കാത്തിരുന്ന ഒരു ശുഭമുഹൂർത്തമാണ്. കഴിഞ്ഞ വർഷം നമ്മളത് ഒന്ന് കണ്ടു, പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തത്തിലൂടെ. പ്രാണപ്രതിഷ്ഠ നടന്നത് ആദ്യത്തെ തലത്തിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ നിലയിലാണ്. അവിടെയാണ് രാമലല്ലയുടെ വിഗ്രഹം. ഒരു ക്ഷേത്രം അതിൻ്റെ പൂർണ്ണത കൈവരിച്ചു കഴിഞ്ഞാൽ, പരിപൂർണമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഗർഭഗൃഹത്തിൽ ആദ്യം പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ എല്ലാ നിലകളും പൂർണ്ണമായിരുന്നില്ല. ഉദാഹരണത്തിന് സപ്തമന്ദിരങ്ങൾ, അതേപോലെ അന്നപൂർണ മന്ദിരം, പിന്നീട് രാമദർബാർ എന്ന രണ്ടാം നിലയിലുള്ള മന്ദിരമൊന്നും പൂർണ്ണത കൈവരിച്ചിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പരിപൂർണ നിർമ്മാണം കഴിഞ്ഞു. ആ കഴിഞ്ഞതിൻ്റെ ഒരു പ്രഖ്യാപനം, ക്ഷേത്രം അതിൻ്റെ പൂർണ്ണതയിലെത്തി, അവിടെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു, ആ ഈശ്വര ചൈതന്യം അവിടെ നിന്ന് പ്രസരിക്കുന്നു എന്നതിൻ്റെ മഹാപ്രഖ്യാപനമാണ് ഒരു ക്ഷേത്രത്തിലെ ധ്വജാരോഹണത്തോടെ സംഭവിക്കുന്നത്. ഇവിടെ അതാണ് ഇന്ന് 11:58 അഭിജിത്ത് മുഹൂർത്തത്തിൽ, മാർഗശീർഷ മാസത്തിലെ ഈ ശുഭപഞ്ചമി നാൾ. ഈ ശുഭപഞ്ചമി എന്ന് പറയുന്നത് രാമസീതാ വിവാഹത്തിൻ്റെ ശുഭപഞ്ചമി അഭിജിത്ത് മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിലാണ് ഇന്ന് ഈ പവിത്ര ചടങ്ങ് നടക്കുന്നത്.